Welcome to the second session in our second module. So we have been discussing the dynamic force analysis, the various the method to solve a dynamic analysis problem in the previous session. Now we will be doing a particular problem, an example. So this is the question. The dimensions of a four-link mechanism are AB 500 mm, BC 660 mm, CD 560 mm, AD 1000 mm. So all the dimensions of the four links are given. The link AB has an angular velocity of it is 10.5 radian, okay, 10.5 radian per second counterclockwise. So it is very important, counterclockwise direction, and an angular retardation of 26 radian per second square at the instant when it makes an angle 60 degree with the AD. So this is our problem. AB makes 60 degree with AD at that particular instant. It has got a counterclockwise angular acceleration of 10.5 radian per second. Similarly, a retardation of 26 radian per second. So retardation 26 radian per second square. So the acceleration, so the angular velocity is in counterclockwise direction, and angular retardation, actually it is getting retarded, means the retardation direction will be anti-clockwise. അതായത് മൂവ്മെൻറ്റ് വെലോസിറ്റി കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മുടെ ആക്സലറേഷൻ നെഗറ്റീവ് ആണെന്നല്ലോ, അതായത് റിട്ടാർഡേഷൻ അല്ല. അപ്പോൾ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് മൂവ്മെൻറ്റിൻ്റെ, അതായത് ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക ആക്സലറേഷൻ, കാരണം അത് റിട്ടാർഡേഷനാണ്, നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെയും കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ദ മാസ് ഓഫ് ലിങ്ക്സ് ബി സി ആൻഡ് സി ഡി. ബി സിയുടെയും സി ഡിയുടെയും മാസ് 4.2 കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത് ആണ്. 1 മീറ്ററാണ് 4.2 കിലോഗ്രാം ആണ്, ടോട്ടൽ മാസ് അല്ല. ലിങ്ക് എ ബി ഹാസ് എ മാസ് ഓഫ് 3.5 കിലോഗ്രാം. ലിങ്ക് എ ബിയുടെ കംപ്ലീറ്റ് മാസ് ഡയറക്റ്റ് വന്നിട്ടുണ്ട് 3.54 ആണ്. ബി സിയുടെയും സി ഡിയുടെയും 1 മീറ്റർ പെർ മീറ്റർ 4.2 കിലോഗ്രാം ആണ്. സെൻറ്റർ ഓഫ് വിച്ച് ലൈസ് അറ്റ് 200 മീറ്റർ ഫ്രം എ. അതായത് എ ബിയുടെ സെൻറ്റർ ഓഫ് മാസ് 200 mm ഫ്രം എ ആണ്. അപ്പോൾ ഈ G2 എന്നുള്ളത് ഈ ഒരു ഡിസ്റ്റൻസ് 200 mm ആയിരിക്കും. ഓക്കെ ആൻഡ് എ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് 88,500 കിലോഗ്രാം mm². അതായത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് IG ഓഫ് എ ബി 88,500 കിലോഗ്രാം പെർ mm². ഓക്കെ, എ ബിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നെ. നെഗ്ലക്റ്റിംഗ് ഗ്രാവിറ്റി ആൻഡ് ഫ്രിക്ഷൻ എഫക്ട്സ് ഡിറ്റർമിൻ ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദ ഡ്രൈവ് ടോർക്ക് റിക്വയർഡ് ടു വി അപ്ലൈഡ് ഓൺ എ ബി ടു ഓവർകം ദ ഇനേഷ്യ ഫോഴ്സ്. സ്വാഭാവികമായിട്ടും ഇത് മൂവ്മെൻ്റാണെങ്കിൽ എല്ലാ ലിങ്ക്സിനും എന്തുണ്ടാവും? ഇനേഷ്യ ഫോഴ്സ് ആൻഡ് ഇനേഷ്യ കപ്പിൾസ് ഉണ്ടാവും. അപ്പോൾ ഇനേഷ്യ ഫോഴ്സസിനെ ഇനേഷ്യ കപ്പിളിനെയും ഓവർകം ചെയ്യുന്ന രീതിയിൽ ഒരു ടോർക്ക് എ ബിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ you will get 10.5 radian per second counterclockwise velocity, angular velocity at an angular retardation of 26 radian per second square. അപ്പോൾ 10.5 radian per second angular velocity 26 radian per second square ആംഗുലാർ ആക്സലറേഷനിൽ, ആംഗുലാർ ഡിസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷനിൽ ഇത്രയും ആംഗുലാർ വെലോസിറ്റി കിട്ടണം. അറ്റ് ദ സെയിം ടൈം ഈ ഇനേഷ്യ ഫോഴ്സസിന്, ഇനേഷ്യ കപ്പിളിൻ്റെ എഫക്റ്റിനെ ഓവർകം ചെയ്യാനും വേണം. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു ടോർക്ക് എ ബിയിൽ കണ്ടുപിടിക്കണം. ഒരു ടോർക്ക് ഉണ്ട് അല്ലേ, ഒരു ടോർക്ക് ഉണ്ട്. ആ ടോർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എ ബി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 10.5 radian per സെക്കൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ ടോർക്കിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ ആ ടോർക്ക് എങ്ങനെയായിരിക്കണം? ആ ടോർക്ക് ഈ എന്തൊക്കെ എല്ലാ ഫോഴ്സസിനെയും എല്ലാ കപ്പിളിനെയും ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യേണ്ടി വരും അല്ലേ. കാരണം ഇവിടെ ഡൈനാമിക് ഫോഴ്സ്, ഇനേഷ്യ ഫോഴ്സസ് ഉണ്ട് അല്ലേ, ഇനേഷ്യ ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പഠിച്ചത് എന്താണ്? ഫസ്റ്റ് വെലോസിറ്റിയുടെ, അതായത് മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ വെലോസിറ്റി ഡയഗ്രാം വരക്കണം.
വെലോസിറ്റി ഡയഗ്രാം. എങ്ങനെയാണ് വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കുക? ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് വരച്ചുകൂടെ? എങ്ങനെയാണ് വെലോസിറ്റി ഡയഗ്രാം? ഇപ്പോൾ നമുക്ക് വി സി വിത്ത് റെസ്പെക്ട് ടു എ കാണണമെങ്കിൽ വെലോസിറ്റി ഓഫ് സി ബി പ്ലസ് വെലോസിറ്റി ഓഫ് വി ബി വിത്ത് റെസ്പെക്ട് ടു എ അല്ലേ? സിമിലർലി വി സി വിത്ത് റെസ്പെക്ട് ടു ഡി, കാരണം എയും ഡിയും സെയിം പോയിൻ്റാണ്, കാരണം രണ്ടും ഫിക്സഡ് പോയിൻ്റാണ്. അപ്പോൾ വി സി വിത്ത് റെസ്പെക്ട് ടു ഡി എന്നാണ് വി സി ബി പ്ലസ് വി ബി എ തന്നെയാണ്, കാരണം ഇത് രണ്ടും സെയിം ആണ് അല്ലേ? ഈ ബേസിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ വി ബി എ നമുക്ക് ഡയറക്റ്റ് വരക്കാൻ പറ്റും. വി ബി എ ഈക്വൽ ടു എന്താണ്? വി ബി എ എന്താണ്? വി ബി എ എന്ന് വെച്ചാൽ എന്താണ്? ഒമേഗ ഇൻറ്റു ആർ അല്ലേ? ഒമേഗ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഒമേഗയുടെ വാല്യൂ എത്ര? ഒമേഗ ഈക്വൽ ടു ഓർ ഒമേഗ എ ബി ഈസ് ഈക്വൽ ടു 10.5. അപ്പോൾ വി ബി എ ഈസ് ഈക്വൽ ടു ഒമേഗ എ ബി ഇൻറ്റു എ ബി. ദാറ്റ് മീൻസ് 10.5 ഇൻറ്റു 0.5. ആക്ച്വലി എ ബി എത്രയായിരുന്നു? എ ബി 500 mm എന്നാണ് പറഞ്ഞത്. 500 mm എന്ന് വെച്ചാൽ 0.5 meter. So this will be around 5.25 meter per second, right? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ഫിഗറിന് സപ്പോസ് വി ബി എ എങ്ങനെ ഉണ്ടാവും? കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എടുക്കാം. എ ഡി എന്നുള്ള പോയിൻ്റ് എടുക്കാം. പർട്ടിക്കുലർ സ്കെയിലിൽ 5.25 മാർക്ക് ചെയ്യാം. സെൻസ് മുകളിലേക്കാണ്, കാരണം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ. പിന്നെന്ത് ചെയ്യാം? പിന്നെ ബി സിക്ക് പാരലൽ, അതായത് ബി സിക്ക് പെർപെൻഡിക്കുലറായിട്ട് എന്ത് വരക്കാം? ഒരു ലൈൻ വരക്കാം. ബി സിക്ക് പെർപെൻഡിക്കുലർ, അതിന് സി ഡിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഇതിൽ കൂടെയും വരക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെയാണ് കിട്ടും. ഇവിടെ രണ്ട് ഹെഡും ജോയിൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? കാരണം ഇതേതാണ്? സി. ഇത് സി അല്ലേ? ഓക്കെ, കാരണം ഈ പോയിൻ്റാണ് സി. കാരണം എന്താണ്? ഈ പോയിൻ്റ് ബി ആണ്. അപ്പോൾ കാരണം വി ബി സി പ്ലസ് വി സി എ ഈക്വൽ ടു വി പർട്ടിക്കുലർ ഹെഡ് തിരിഞ്ഞു. ഓക്കെ, ഇതിങ്ങനെയാണ്. ഇതിങ്ങോട്ടും ഇതിങ്ങോട്ടും, ഇത് ബി ഇത് സി. അങ്ങനെയാണെങ്കിൽ ഇത് പ്ലസ് ഇത് ഈസ് ഈക്വൽ ടു ഇത്, അതായത് വി ബി എ പ്ലസ് വി ബി സി ഈസ് ഈക്വൽ ടു വി സി എ. ഇങ്ങനെയായിരിക്കും ഡയറക്ഷൻ കിട്ടേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് ഡയറക്ഷൻ കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് ഹെഡ് ഒന്നിച്ച് വരുന്നത്. ഇനി നമ്മളെന്താണ്? പിന്നെ ഇത് അളന്ന് നോക്കിയാൽ വി ബി സി നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ, വി ബി സി വിൽ ബി ഈക്വൽ ടു സം 3.54 കിട്ടുന്നുണ്ട് നോക്കുക. ഇത് 3.9 കിട്ടുന്നുണ്ട് നോക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് വി ബി സി ഈസ് ഈക്വൽ ടു 3.4 meter per second. വി സി ഡി ഓർ വി സി എ ഈസ് ഈക്വൽ ടു 3.9 meter per second കിട്ടുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക. ഇത് നമ്മൾ ആക്സലറേഷൻ ഡയഗ്രാമാണ് വരക്കാൻ പോകുന്നത്. ആക്സലറേഷൻ വരക്കുമ്പോൾ ആദ്യം ഒരു പോയിൻ്റ് എടുക്കുക. സിമിലർലി എ ഡാഷ് ഡി ഡാഷ് എന്നുള്ള പോയിൻ്റ് എടുക്കുക അല്ലേ? ഈ ആക്സലറേഷൻ വരക്കുമ്പോൾ നമ്മൾ രണ്ട് കോമ്പണൻ്റ് ഏതൊക്കെയാണ്? വി ഹാവ് ഗോട്ട് ബോത്ത് സെൻട്രിപെറ്റൽ ആൻഡ് ടാൻജൻഷ്യൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദി സെൻറ്റർ. സോ ഫസ്റ്റ് അതായത് ബി എ എന്നുള്ള ലിങ്ക്, അതായത് ബി എന്നുള്ള പോയിൻറ്റിൻ്റെ ആക്സലറേഷൻ കാണുമ്പോൾ ആദ്യം എന്ത് വരക്കാം? സെൻട്രിപെറ്റൽ വരക്കുമ്പോൾ എലോങ് ബി സി എന്നായിരിക്കും. എലോങ് ബി സി
along BC തന്നെ എടുക്കാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി FBA. Centripetal is equal to what? AB square, or velocity of VB with respect to A whole square. Velocity square divided by AB, V square by R അല്ലേ. അപ്പോൾ VBA നമുക്ക് ഓൾറെഡി അറിയാം, VBA 5.25 എന്നാണ് അല്ലേ. So that is 5.25 whole square divided by AB is 0.5, and it will be around 5.5, right? 0.5, and it will be around 55.1. So this is how you calculate centripetal acceleration. So centripetal acceleration always parallel to what? The link BC, so link AB के parallel ആയിരിക്കും, link AB के parallel ആയിരിക്കും. sense towards A, അതായത് towards A ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ആ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ towards A ആയിരിക്കും. ഇനി നമുക്ക് എന്താ ടാൻജൻഷ്യൽ ഉണ്ട്. ടാൻജൻഷ്യൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ടാൻജൻഷ്യൽ ആക്സലറേഷൻ എപ്പോഴും ഈ പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. മോഷൻ ഇങ്ങോട്ടല്ലേ, മോഷൻ ഇങ്ങോട്ടായതുകൊണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. നമുക്ക് റിട്ടാർഡേഷൻ ആണ് ക്വസ്റ്റ്യനിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബി ഡാഷ് എന്നുള്ള പോയിന്റ്. ഓക്കെ, ബി ഡാഷ് എന്നുള്ള പോയിന്റ് കിട്ടി. ഇതെന്ത് വേണം നമുക്ക്? FCB, അതായത് BC എന്നുള്ള ലിങ്കിൻ്റെ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കാണാൻ പറ്റുമല്ലോ. അത് BC, അതായത് VBC സ്ക്വയർ ബൈ BC എന്നുള്ള ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അറൗണ്ട് സം. ഇതെന്താ ഈ വാല്യൂ എങ്ങനെയാണ് കിട്ടിയത് അറിയാം? ഈ വാല്യൂ എങ്ങനെയാണെന്ന് പറഞ്ഞു. ദിസ് വാല്യൂ, ടാൻജൻഷ്യൽ വാല്യൂ FBA ടാൻജൻഷ്യൽ എങ്ങനെ കിട്ടുക? ആൽഫ ആംഗുലാർ ആക്സലറേഷൻ ഓർ ഡിസലറേഷൻ ആൽഫ ഇൻറ്റു റേഡിയസ് AB. Angular is, this is 26, AB 0.5, so that will be some 13 meter per second square. So this is how you calculate VFBA tangential. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്കത് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ ഓൾറെഡി ഇത് കഴിഞ്ഞ മോമിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് BC സെൻട്രിപെറ്റൽ കിട്ടി. FCB ടാൻജൻഷ്യൽ കിട്ടുമോ? ടാൻജൻഷ്യൽ കിട്ടൂല, കാരണം അതിൻ്റെ ആൽഫ അറിയില്ല നമുക്ക്. ആംഗുലാർ ആക്സലറേഷൻ ഓഫ് ലിങ്ക് BC നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ഡയറക്ഷൻ നമുക്ക് കിട്ടും, കാരണം അത് പെർപെൻഡിക്കുലർ ടു BC ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഈസ് 17.5. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ C, ഇത് പോയിന്റ് C ആണ്. നമുക്ക് C കിട്ടാൻ, സെൻട്രിപെറ്റൽ C കിട്ടാൻ വേണ്ടി നമുക്ക് CB അല്ലേ. അപ്പോൾ ബിന്ന് പാരലൽ ടു ബി, സെൻട്രിപെറ്റൽ എപ്പോഴും പാരലൽ ടു BC ആയിരിക്കും. അപ്പോൾ പാരലൽ ടു BC ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇങ്ങനെ വരച്ച് കഴിഞ്ഞു. ഇനി ഒരു പെർപെൻഡിക്കുലർ ഇതിനൊരു പെർപെൻഡിക്കുലർ വരച്ചിടാം. കാരണം ടാൻജൻഷ്യൽ നമുക്കറിയില്ല, ടാൻജൻഷ്യലിൻ്റെ വാല്യൂ അറിയില്ല. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. ഇത് 17.5 ആണ്. 17.5, ഇത് 17.5. ആ 17.5 ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് നിങ്ങളൊരു ലൈൻ വരച്ചിടാം. അതവിടെ നിൽക്കട്ടെ. അതേപോലെ ഫൈനൽ CD എന്നുള്ള ലിങ്കിൻ്റെ FCD സെൻട്രിപെറ്റൽ എങ്ങനെ കിട്ടും? CD എന്നുള്ള വെലോസിറ്റി സ്ക്വയർ ബൈ CD. ഈ CD വെലോസിറ്റി എത്ര? ഓക്കെ, 3.9 സ്ക്വയർ ബൈ 0.56 എന്നാണ് വരുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു സം 27.2. ഓക്കെ, 27.2 പാരലൽ ടു CD വരക്കാം. ഓക്കെ, CD വരച്ച് കഴിഞ്ഞു. അതിൻ്റെ സെൻസ് നമുക്കറിയാം എങ്ങനെയാണെന്ന്. കാരണം ടുവേർഡ്സ് D ആയിരിക്കും അല്ലേ, ടുവേർഡ്സ് D. അതുകൊണ്ടാണ് താഴേക്ക് വരച്ചത്, മുകളിലേക്ക് വരക്കാം. ഇവിടെയും ഞാൻ ലെഫ്റ്റിലേക്ക് വരച്ചത്
ടുവേർഡ്സ് ബി ആയതുകൊണ്ടാണ്. നമ്മൾ സി വിത്ത് റെസ്പെക്ട് ടു ബി, സി വിത്ത് റെസ്പെക്ട് ടു ഡി ഇതൊക്കെ കാണുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബി ആകുമ്പോൾ ടുവേർഡ്സ് ബി, വിത്ത് റെസ്പെക്ട് ടു ഡി ആണെങ്കിൽ ടുവേർഡ്സ് ഡി, ഇങ്ങനെയാണ് വരക്കാം. അപ്പോൾ ഇതൊന്നും ഞാൻ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നിങ്ങളൊന്നുകൂടെ ചിന്തിക്കുക, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇത് ബി ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ്, ഇനി ഈ ഒരു പോയിൻറ്റും കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ എന്താണ് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇതൊരു പെർപെൻഡിക്കുലർ, ഇതൊരു പെർപെൻഡിക്കുലർ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ. ഈ രണ്ട് പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഇത് വരും. ഇതായിരിക്കും എന്ത്, C1. ഓക്കെ, ഇനി ഇതും ബിയും ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ആക്സലറേഷൻ ഡയഗ്രാം. അപ്പോൾ A1 C1 എന്നുള്ളത് AC എന്നുള്ള ലിങ്കിൻ്റെ A1 C1 എന്നുള്ളത് ഈ ഒരു സെഗ്മെൻറ്റ് സിയുടെ ആക്സലറേഷൻ വിത്ത് റെസ്പെക്ട് ടു എ, അതായത് സിയുടെ ആബ്സല്യൂട്ട് ആക്സലറേഷൻ, ഇത് ബിയുടെ ആബ്സല്യൂട്ട് ആക്സലറേഷൻ. C1 അല്ല, C ഡാഷ്. ഓക്കെ, C ഡാഷ് B ഡാഷ് എന്നുള്ളത് റിലേറ്റീവ് ആക്സലറേഷൻ വിത്ത് റെസ്പെക്ട് ഓഫ് C വിത്ത് റെസ്പെക്ട് ടു B. നമുക്ക് എല്ലാ ആക്സലറേഷൻ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് നോക്കാം മാസ് ഓഫ് ലിങ്ക്സ്. ഓരോ AB-യുടെ മാസ് എത്രയാണ്? 3.54 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. BC-യുടെ മാസ് 4.2 കിലോഗ്രാം പെർ മീറ്റർ തന്നിട്ടുണ്ട്. എത്ര മീറ്ററാണത്? അത് 0.66 മീറ്ററാണ്. വിൽ ബി അറൗണ്ട് 2.77 കിലോഗ്രാം. Similarly, BC AD again 4.2 into it is 0.56, length 0.56 ആണ്, അതുകൊണ്ട് 2.35 കിലോഗ്രാം. ഇനി നമുക്ക് G2, G3, G4 ഏതൊക്കെയാണെന്ന് അറിയാം. G2 വെച്ചാൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് AB. സെൻറ്റർ ഓഫ് മാസ് ഓഫ് AB നിങ്ങൾക്കറിയാം, അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് 200 mm ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 200 mm ആണ്. ഇത് ബാക്കി രണ്ട് സെൻറ്റർ ഓഫ് മാസ് തരാത്തതുകൊണ്ട് അത് മിഡ് പോയിൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. G3 ഏത് BC-യുടെ മിഡ് പോയിൻ്റ് G3 ആണ് സെൻറ്റർ ഓഫ് മാസ്. CD-യുടെ മിഡ് പോയിൻ്റ് പോയിൻ്റാണ് G4, അതായത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് CD. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസസ് കിട്ടി. ഇത് സെൻറ്റർ ഓഫ് മാസ് നിങ്ങളെ ആക്സലറേഷൻ ലൊക്കേറ്റ് ദിസ് പോയിൻറ്റ്സ് ഇൻ ആക്സലറേഷൻ ഡയഗ്രാം. കാരണം നമുക്ക് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ആണ് കിട്ടേണ്ടത്. എന്നാലേ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇനേഷ്യ ഫോഴ്സ്, ഇനേഷ്യ കപ്പിളൊക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ സെൻറ്റർ ഓഫ് മാസിലൂടെ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് കാണുന്ന ആക്സലറേഷൻ സെൻറ്റർ ഓഫ് മാസിലൂടെയുള്ള ആക്സലറേഷൻ ആയിരിക്കും. ഇനി ആക്സലറേഷൻ ഡയഗ്രാമിൽ ഈ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാം. അതെങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? അത് ആ റേഷ്യോ വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യാം. ഞാൻ റെഡിങ് വെച്ചിട്ട് സപ്പോസ് എന്ന് G2ലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണെങ്കിൽ അതേ റേഷ്യോ, അതായത് AG2/AB എന്നുള്ള റേഷ്യോ തന്നെ ആയിരിക്കണം ഇവിടെ നമ്മുടെ ഈ ഫിഗറിൽ AG2 ഡാഷ്. ഇതിപ്പോൾ ഏതാ ലിങ്ക്? നമുക്ക് ബിയിലല്ലെങ്കിൽ G2Bയിലല്ലേ. അപ്പോൾ ഇവിടെ G2 ഡാഷ്. അപ്പോൾ അതെങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക? സ്മോൾ a ഡാഷ് G2 ഡാഷ് ബൈ സ്മോൾ a ഡാഷ് B ഡാഷ് എന്നുള്ള റേഷ്യോ AG2/AB എന്നുള്ള റേഷ്യോ സെയിം ആയിരിക്കും. അങ്ങനെ നിങ്ങൾ എന്ത് ലൊക്കേറ്റ് ചെയ്തു? G2 ഡാഷ് ലൊക്കേറ്റ് ചെയ്തു. അതേപോലെ G4 ഡാഷ് ലൊക്കേറ്റ് ചെയ്യുക. അതേപോലെ ബിന്ന് ഞാൻ ലൊക്കേറ്റ് G3 ഡാഷ് ഇതൊക്കെ ലൊക്കേറ്റ് ചെയ്യുക. ഈ പോയിൻ്റൊക്കെ ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ എന്ന് G3 ഡാഷ് ഡയറക്റ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ അതാണ് G3യിൽ ഈ ഒരു സെഗ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും
എ ഡാഷ് ജി ടു ഡാഷ് acceleration of G2, A dash G3 dash acceleration of G3, A dash G4 dash ആയിരിക്കും acceleration of G4. അപ്പോൾ ഓരോ സെൻറ്റർ ഓഫ് മാസിൻ്റെയും ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, എല്ലാ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി അത് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയില്ലേ? കാരണം G4 ഒക്കെ ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ? ഓക്കെ, ടുവേർഡ്സ് ബി അല്ല, ഇങ്ങനെയാണ് ഡയറക്ഷൻ. ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഡയറക്ഷൻസ് നിങ്ങൾക്കറിയാം. അപ്പോൾ ബെറ്റർ നിങ്ങൾ ആ ആംഗിൾ അറിഞ്ഞിരിക്കുന്നതല്ല. ആംഗിൾ ഇത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ആദ്യത്തെ A1 B1ലേക്കുള്ള ആംഗിൾ ഇങ്ങനെയാണ് എപ്പോഴും ആംഗിൾ എടുക്കുക. അപ്പോൾ ഇത് ഒന്നാമത്തെ ആംഗിൾ, ഇത് രണ്ടാമത്തെ ആംഗിൾ, ഇത് ഇതിൻ്റെ 3 ഉണ്ടല്ലോ, 3 ആക്സലേഷൻ ഉണ്ടല്ലോ. ഏതൊക്കെ? A1 G2 ഡാഷിലേക്ക്, A1 G3 ഡാഷിലേക്ക്, A1 G4 ഡാഷിലേക്ക്, A1 അല്ല, A ഡാഷ് G2 ഡാഷ്, A ഡാഷ് G3 ഡാഷ്, A ഡാഷ് G4 ഡാഷ്, ഇതിലേക്കുള്ള ആംഗിളുകൾ അളന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഒന്നാമത്തത് 253.5 ഡിഗ്രി ഹൊറിസോണ്ടൽ, അതായത് റൈറ്റ് സൈഡ് ഹൊറിസോണ്ടൽ എന്നാണ് നമ്മളെപ്പോഴും ആംഗിൾ അളക്കുക. രണ്ടാമത്തത് ആംഗിൾ 238 ഡിഗ്രി കിട്ടും. മൂന്നാമത്തെ 222 ഡിഗ്രി കിട്ടും, അതായത് G4ലേക്ക്. അതായത് ഇത് G4ലേക്ക് 222, G3ലേക്ക് എത്രയാണ്? 238, G2ലേക്ക് 253.5 ഡിഗ്രി. ഇതാണ് ഇതിൻ്റെയൊക്കെ സെൻസ് ഇങ്ങനെയാണ്. ഓക്കെ, ഇത്രയും ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനേർഷ്യ ഫോഴ്സസ് കാണാം. ഇനേർഷ്യ ഫോഴ്സസ് എപ്പോഴും എഫ്, ഫോഴ്സ് വെക്ടർ എഫ്, അതായത് സെക്കൻഡ് സെൻറ്റർ ഓഫ് മാസ്, സെക്കൻഡ് ലിങ്കിൽ എന്തായിരിക്കണം? മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ? മാസ് ഇൻറ്റു ആക്സലറേഷൻ m2 ഇൻറ്റു fg2 മൈനസ് ആണെങ്കിൽ m2 എന്തായിരുന്നു? m2 3.54 ഇൻറ്റു fg2 22.6 ആൻഡ് ആംഗിൾ എന്തായാലും ഈ മൈനസ് കളയാൻ വേണ്ടിയിട്ട് ആംഗിൾ നേരെ മൈനസ് കളയാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഡയറക്ഷൻ നേരെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ വന്നു. ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ആക്സലറേഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ആംഗിൾ എടുക്കുമ്പോൾ ഒരു 180 ഡിഗ്രിയുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ 253 ആയിരുന്നു, 253.5 മൈനസ് 180 ഇട്ടാൽ മതി, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ അത് 80 ന്യൂട്ടൺ ആംഗിൾ 73.5 കിട്ടും. 80 ന്യൂട്ടൺ ആക്ടിങ് ഇൻ 73.5 ഡിഗ്രി means force is acting like this. So this angle will be 73.5 degree and this angle will be 58 degree and this angle will be 42 degree. Okay, അങ്ങനെ 3 ഡിഫറെൻറ്റ് ഫോഴ്സസ്. ഫോഴ്സ് F3 എന്നുള്ളത് MBC minus MBC F G3 and it will be 144 Newton 58 at 58 degree. Similarly F4 will be 144. എങ്ങനെ കിട്ടിയ 144 എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ, അതിൻ്റെ ഡയറക്ഷൻ 58 ഡിഗ്രിയാണ്, കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നു. അതേപോലെ F4 മൈനസ് MCD FG4 ആൻഡ് ദാറ്റ് വിൽ ബി അറൗണ്ട് 60 ആംഗിൾ 42 ഡിഗ്രി. അപ്പോൾ എല്ലാ ഫോഴ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്താണ് കാണേണ്ടത്? എല്ലാ ഫോഴ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആൽഫ കാണും.
ആൽഫ 2, ആൽഫ 3, ആൽഫ 4. അതായത് ആംഗുലാർ ആക്സലറേഷൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓഫ്സെറ്റ് ഇനേർഷ്യ ഫോഴ്സ് കിട്ടും അല്ല. അപ്പോൾ ആൽഫ 2 ഡയറക്റ്റ് 26 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ കൗണ്ടർ ക്ലോക്ക് വൈസ് CCW എന്ന് പറഞ്ഞു. ആൽഫ 3 എങ്ങനെ കാണും? ആൽഫ 3 ശരിക്കും FCB ടാൻജൻഷ്യൽ ബൈ CB എന്ന് ചെയ്താൽ പോരെ. കാരണം CB ഇൻറ്റു ആൽഫ 3 ആണ് FCB ടാൻജൻഷ്യൽ. അപ്പോൾ FCB ടാൻജൻഷ്യൽ നിങ്ങൾക്ക് അളന്നു കഴിഞ്ഞാൽ FCB ടാൻജൻഷ്യൽ ഇവിടുന്ന് അളക്കണം. ഇത് ഭയങ്കര മെസ്സി ആയിട്ട് തോന്നാം. FCB ടാൻജൻഷ്യൽ ഏതായിരുന്നു? ഇതല്ലേ, ഇതാണ് ടാൻജൻഷ്യൽ ഫോഴ്സ്. അത് അളന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 22.5. 22.5 by CB is 0.66 and you will get 30.41 radian per second square. Direction എങ്ങനെ കിട്ടാം? How will you get, this ആൽഫ 2യുടെ ഡയറക്ഷൻ റിട്ടാർഡേഷൻ അല്ലേ? റിട്ടാർഡേഷൻ ആയതുകൊണ്ട് അത് ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, ക്ലോക്ക് വൈസ് ആണ്. കാരണം അത് റിട്ടാർഡേഷൻ ആയത്. ഇനി ഇതിൻ്റെ ആൽഫ 3യുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആൽഫ 3 എന്നുള്ളത് എങ്ങനെയാണ് അത് കാണണമെങ്കിൽ ആദ്യം സെയിം ഫിഗർ ആക്സലറേഷൻ ഡയഗ്രാമിൽ പോവാം. ആക്സലറേഷൻ ഡയഗ്രാമിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഡയറക്ഷൻ താഴേക്ക്, അപ്പോൾ C ഡാഷ് B ഡാഷിൻ്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കണം? ഇങ്ങനെ ആയിരിക്കണം. കാരണം എന്താണ് എന്താണ് അതെങ്ങനെയാണ് മനസ്സിലാക്കുക? അതായത് FC വിത്ത് റെസ്പെക്ട് ടു A ഷുഡ് ബി ഈക്വൽ ടു FC വിത്ത് റെസ്പെക്ട് ടു B പ്ലസ് B വിത്ത് റെസ്പെക്ട് ടു A. അപ്പോൾ B വിത്ത് റെസ്പെക്ട് ടു A ഇതാണ്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. C വിത്ത് റെസ്പെക്ട് ടു B ഇങ്ങനെ ആയാൽ മാത്രമേ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആവുള്ളൂ. അല്ലേ? നല്ല ആ വെലോസിറ്റി ട്രയാങ്കിൾ, ഇതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ മെത്തേഡില്ലേ, വെക്ടർ അഡീഷൻ്റെ ട്രയാങ്കിൾ മെത്തേഡ് അപ്ലൈ ആവണമെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആണെങ്കിൽ ഈ സെൻട്രിപെറ്റലിൻ്റെ ഫോഴ്സ് ഡയറക്ഷൻ, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ BC ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, ടുവേഴ്സ് B ആയിരിക്കും. ഇതിങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷൻ എന്തായാലും ഇങ്ങനെയായിരിക്കും. ടാൻജൻഷ്യലിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഈ ഡയറക്ഷൻസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ആ സെൻസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ, ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്നല്ലേ. C ഡാഷ് വിത്ത് റെസ്പെക്ട് ടു B ഇവിടെ സിയിൽ ആക്ട് ചെയ്യുന്ന ടാൻജൻഷ്യൽ ആക്സലറേഷൻ മുകളിലേക്ക് ആയതുകൊണ്ട് അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ. സോ that will be counterclockwise in direction. Similarly, alpha 4 is FCD tangential by CD, and if you calculate FCD tangential, you will get it 44.3 by 0.56 will be around 79.1 radian per second square, and its direction can be obtained from the acceleration diagram. So which is the tangential component of CD? So this is the tangential component of CD, this particular length. Okay, so if this is like this,
ഡയറക്ഷൻ വിൽ ബി ലൈക്ക് ദിസ് ഓൺലി അല്ലേ. ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ സി വിത്ത് റെസ്പെക്ട് ടു ഡി ലെഫ്റ്റ് വേർഡ്സ് അല്ലേ. സി വിത്ത് റെസ്പെക്ട് ടു ഡി സിയിൽ ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വേർഡ്സ് ആയതുകൊണ്ട് ഇതും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ആക്സലറേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. So that will also be counter clockwise or anti clockwise. ഇതും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻസും മാഗ്നിറ്റ്യൂഡും കിട്ടി. ഇനി നിങ്ങൾക്ക് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിരിക്കും. കുറേ സ്റ്റെപ്സുകൾ വരുന്നുണ്ട്. നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. ഒരു പ്രാവശ്യം കൂടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കേണ്ടി വരും. ഇനി നിങ്ങൾ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് K2 അല്ലേ. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് H2 H3 H4 കാണുന്നതിന് മുന്നേ എച്ച് എന്ന് വെച്ചാൽ എന്താണ്? എച്ച് എന്ന് വെച്ചാൽ കെ സ്ക്വയർ ആൽഫ ബൈ എഫ് ജി എന്നല്ലേ. ഈ ആൽഫയും എഫ് ജി ഒക്കെ നമുക്ക് കിട്ടിക്കഴിയും. ഇതിനെ കാണേണ്ടത് കെ ആണ്. കെ എന്ന് വെച്ചാൽ എന്താ? കെ എന്ന് വെച്ചാൽ ഐ ജി ബൈ എം. ഇപ്പോൾ K2 ഉണ്ട്, K3 ഉണ്ട്, K4 ഉണ്ട് അല്ലേ. അപ്പോൾ K2 എന്ന് വെച്ചാൽ K2 equal to IG2 by M2. IG2 88,500 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ M2 3.54. അത് 25,000 mm സ്ക്വയർ ആണെന്ന് K2 കിട്ടിക്കഴിഞ്ഞു. അതേപോലെ K3 എന്നുള്ളത് റേഡിയസ് ഓഫ് ജനറേഷൻ ഓഫ് ലിങ്ക് 3യുടെ ഐ ജി ഡയറക്റ്റ് തന്നില്ല. അപ്പോൾ നമ്മൾ L²/12 എന്നുള്ളൊരു കോമൺ ഇക്വേഷൻ ഉണ്ട്. L²/12 ലെങ്ത് സ്ക്വയർ ബൈ 12. ഇവിടെ 660² ചെയ്ത് കഴിഞ്ഞാൽ 36300 mm സ്ക്വയർ എന്ന് കിട്ടും. സിമിലർലി K4 ഈസ് ഓൾസോ ദിസ് ഈസ് L3², ദിസ് ഈസ് L4²/12 and that will be around 560²/12 and K4 you will obtain as some 26,133 mm square. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് H2 ആണ്. H2 ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് K2 സ്ക്വയർ ആൽഫ ബൈ FG2. It is 25,000 into 26 by. So what is FG2? FG2 ഈ വാല്യൂ നിങ്ങൾക്ക് എത്ര? 22.6. എവിടെ നിന്നാണ് കിട്ടിയത്? FG2 ഈ A'(G2' കണ്ടാൽ മതി. A'(G2' സോറി A'(G2' കണ്ടാൽ മതി. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക 22.6 ആണ്. 22.6 മീറ്ററിലാണ്. നമുക്ക് മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാം. കാരണം K മില്ലിമീറ്ററിൽ എടുത്തുകൊണ്ട് G2 മില്ലിമീറ്ററിൽ എടുത്തോ. ഓക്കെ. അപ്പോൾ ഇത് മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 22,600 വരും. ആൻഡ് ഇറ്റ് വിൽ ബി H2 you will obtain as 28.8 mm. Similarly calculate H3, you will get it as 23.8 mm. H4 you will obtain as 80.4 mm. ഇത്രയും കിട്ടിക്കഴിഞ്ഞില്ലേ? ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇത് എങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യേണ്ട ഓഫ്സെറ്റ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് കിട്ടി. പക്ഷേ അത് എങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യണം? ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ടോർക്കിൻ്റെ ഡയറക്ഷൻ ആൽഫയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ നോക്കാം. ഇനി ഇനേർഷ്യ ഫോഴ്സസ് എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? ഇനേർഷ്യ ഫോഴ്സ് എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? 3. ഇവിടെ ഒരു G3 ഉണ്ട്, ഇവിടെ ഒരു G4 ഉണ്ട്. ഓക്കെ. ഇനേർഷ്യ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് ഒന്നിവിടെ അല്ലേ. 3 ഫോഴ്സസ്. അപ്പോൾ ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ. നിങ്ങൾക്കറിയാം 73. ആദ്യത്തത് 73.5 ആയിരുന്നു. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എവിടെയാണ്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓക്കെ ഇതാ 73.5, സെക്കൻഡ് 58, തേർഡ് 42. അപ്പോൾ ഇവിടെ എങ്ങനെ എടുക്കാം?
ഒരു ഫോഴ്സ് ഇങ്ങനെ ഇത് 73.5 വരണം, ഇത് F2, ഇത് F3, ഇതിൻ്റെ ഡയറക്ഷൻ 58 ഡിഗ്രി വരണം ഹൊറിസോണ്ടൽ. ഇത് എത്ര വരണം? ഇത് 42 ഡിഗ്രി വരണം F4. ഓക്കെ, ഇനി ഇത് കുറച്ച് ഡിസ്പ്ലേസ് ചെയ്യണം. എങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യണം? ഇത് H2 എന്നുള്ള ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്യണം, ഇവിടെ H3 ഡിസ്പ്ലേസ് ചെയ്യണം, ഇവിടെ H4 ഡിസ്പ്ലേസ് ചെയ്യണം. അതെങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യും? സപ്പോസ് ഞാൻ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യും, ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്തതെന്ന് വിചാരിക്കാം. ആ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതുണ്ടാക്കുന്ന കപ്പിള് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. ഇതാണ് സെൻറ്റർ ഓഫ് മാസ്, റെഡാണ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ട് ഈ ഫോഴ്സ് ഒരു കപ്പിൾ ഉണ്ടാക്കും, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കില്ല. നമ്മളെ റിട്ടാർഡേഷനും നമ്മളെ ഇവിടെയുള്ള ആംഗുലർ ആക്സലറേഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, കാരണം അത് റിട്ടാർഡേഷനാണ് അല്ലേ. അപ്പോൾ അത് സെയിം ഡയറക്ഷനിലല്ലേ, അപ്പോൾ അത് തെറ്റാണ്, കാരണം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയറും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യേണ്ടത് ഒരു H എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുക. അപ്പോൾ F2 ഇവിടെയാണ് ആക്ട് ചെയ്യേണ്ടത്, അല്ലേ. അപ്പോൾ ഇതുണ്ടാക്കുന്ന മൊമെൻറ്റ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ടാക്കുന്ന ആൽഫ ക്ലോക്ക് വൈസ് ആണ്, കാരണം അത് റിട്ടാർഡേഷൻ ആയതുകൊണ്ട് ആൽഫ ക്ലോക്ക് വൈസ് ആണ്. ഇവിടെ ഇതിൻ്റെ ആംഗുലർ ആക്സലറേഷൻ 26 radian/s² ക്ലോക്ക് വൈസ്. അപ്പോൾ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനായി, ടോർക്കിൻ്റെ മൊമെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനായി. ഓക്കെ, അതുകൊണ്ട് ഇതിങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യും. ഇനി അടുത്തത് നോക്കാം. ഇത് α3 കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഇപ്പം ഞാൻ ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കണം? α3 കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. α3ക്ക് നമുക്ക് ഡയറക്ഷൻ എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. α3 കൗണ്ടർ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. കൗണ്ടർ ക്ലോക്ക് വൈസ് വെച്ചാൽ ഇങ്ങനെയല്ലേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ക്ലോക്ക് വൈസ് ആണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് ഫോഴ്സ് ഉണ്ടാക്കുന്നത് കൗണ്ടർ ക്ലോക്ക്. അപ്പോൾ അത് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് എന്തായാലും സെൻറ്റർ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് ഒരു റൊട്ടേഷൻ ഉണ്ടാകും. അതേപോലെ ഇവിടെയും α4 കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നത് മുകളിലേക്കാണെങ്കിൽ അത് കൗണ്ടർ ക്ലോക്ക്. അപ്പോൾ ഇതാണ് H4, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് H3, ഇതാണ് H2. അങ്ങനെ നിങ്ങൾക്ക് വാട്ട് ഹാവ് യു ഒബ്റ്റെയിൻ? യു ഹാവ് ഒബ്റ്റെയിൻ ദി offset inertia forces and its acting point, its direction, its sense, its magnitude. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ സാധാരണ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ടോർക്ക് കിട്ടും. അത് ഞാൻ പറയുന്നില്ല, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. അത് ഗ്രാഫിക്കൽ മെത്തേഡിലോ മെട്രിക്സ് മെത്തേഡിലോ വെർച്വൽ വർക്ക് മെത്തേഡിലോ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് വെർച്വൽ വർക്ക് മെത്തേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം നിങ്ങൾ ഓൾറെഡി വെലോസിറ്റി ഡയഗ്രാം കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. വെലോസിറ്റി ഡയഗ്രാം കണ്ടുപിടിച്ച് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് വെർച്വൽ വർക്ക് മെത്തേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ടോർക്ക് 23.5 കൗണ്ടർ ക്ലോക്ക് വൈസ് 23.5 ന്യൂട്ടൺ മീറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കും. ഇത് അറിയാമല്ലോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കുറേ ടൈം ഈ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൻ്റെ പാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ ടൈം പോയി സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ഇങ്ങനെ ചെയ്യണം. സോ ദിസ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. സോ ചാൻസസ് ഓഫ് ആസ്കിങ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ യൂണിവേഴ്സിറ്റി എക്സാം ഈസ് വെരി ലോ. ഐ തിങ്ക് സോ. നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് പ്രോബ്ലം ചോദിക്കുന്നുണ്ടോ നോക്കുക. ഓക്കെ, സോ ഫോർ ദ ടൈം ബീങ് ഐ എം സ്റ്റോപ്പിംഗ് ദിസ് particular problem now. Actually it is completed. Okay.
So in the next session we will move to another a new topic. Okay, thank you.